കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷങ്ങളും ആ നിമിഷത്തിനപ്പുറം ഓർമ്മകളാകുമ്പോൾ ആഘോഷങ്ങൾ എന്നും ഓർമ്മകളെ കൊണ്ട് നിറഞ്ഞിരിക്കും. ഏറെ പ്രിയപ്പെട്ടവർ പലരുമില്ലാതെ വീണ്ടും ഒരു വിഷുക്കാലം. കുഞ്ഞിലെ കണി കാണാൻ വിളിച്ച് കണ്ണ് പൊത്തിക്കൊണ്ട് പോയിരുന്നത് അച്ചമ്മയായിരുന്നു. തലേരാത്രി പിറ്റേന്ന് കിട്ടാൻ പോകുന്ന വിഷുക്കൈ നീട്ടത്തിൻ്റെ ചർച്ചയും പ്ലാനിങ്ങും ഒക്കെ കഴിഞ്ഞ് വൈകി കിടന്നുറങ്ങിയാലും വിഷുവിൻ്റെ അന്ന് രാവിലെ എഴുന്നേൽക്കാൻ ഞങ്ങൾക്ക് ഒരു മടി ഉണ്ടാവില്ല. കണി കാണൽ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൈനീട്ടം തരും. കണ്ണിന് നൽക്കണിയാവുന്നത് എന്തൊക്കെയോ അതൊക്കെ കണി കാണാൻ പറ്റുമെന്ന് പറയും അച്ചമ്മ. ഒരു വിഷുത്തലേന്ന് രാത്രി എല്ലാവരും കണിയൊക്കെ ഒരുക്കി കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്കും അനിയത്തിക്കും ഒരു തോന്നൽ. ഞങ്ങളുടെ കണ്ണിൽ ഏറ്റവും ഭംഗിയുള്ളത് സുകുമാമൻ എടുത്തു തന്ന ഞങ്ങളുടെ ഒരു ഫോട്ടോ ആയിരുന്നേ. എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാനും അനിയത്തിയും ഞങ്ങളുടെ ആ ഫോട്ടോയും എടുത്തു വെച്ചു. പിറ്റേന്ന് എല്ലാവരും ഉണ്ണിക്കണ്ണനെ കണി കണ്ടപ്പോൾ ഞങ്ങളെയും കണ്ടു. വഴക്കൊന്നും പറഞ്ഞില്ല കേട്ടോ, എല്ലാവരും ഒന്ന് ചിരിച്ചു. ഞങ്ങൾ പിന്നെ ഐശ്വര്യറായ്മാരായതുകൊണ്ട് അക്കൊല്ലം എല്ലാവർക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല.